ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hi, hello, dear students. Welcome to Lakshya School Plus. It's me, Rahul Dev. I'm your economics faculty. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻകം ഡിറ്റർമിനേഷൻ നമ്മുടെ 4th ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം നിങ്ങളൊന്ന് നോക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. 1-2 കോൺസെപ്റ്റുകൾ കൂടി അതിൽ പറയാനുണ്ട്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി അത് ഓടിച്ചിട്ട് വേഗം പോരാ. അപ്പോൾ എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അത് കമന്റിൽ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് എക്സാം ആവാനായി. അടുത്ത നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് എക്സാം ആവാനായി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മാരത്തോൺ റിവിഷൻസ് വരുന്നുണ്ട്. എക്സാമിന്റെ തൊട്ട് മുമ്പ് നമുക്ക് കവർ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും ബിഗിനിങ് തൊട്ട് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരും. നിങ്ങൾക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് തരും. നമ്മുടെ ഗ്രൂപ്പിൽ പ്രീ ക്വസ്റ്റ്യൻസ്, പോസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ തയ്യാറായിട്ട് കിടക്കുന്നുണ്ടാവും. പിന്നെ പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നല്ല മാർക്ക് എക്സാമിന് വാങ്ങാം. നമുക്ക് ഒറ്റ ലക്ഷ്യം എന്താ? ക്രിസ്മസ് എക്സാമിന് ടോപ്പായിട്ട് പോരണം. 100% മാർക്കിൽ നമുക്ക് എക്കണോമിക്സ് കൊണ്ടുവരണം. അതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റും എല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾ വേണ്ടത് എന്താ? കുറച്ച് സമയം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാം. ഇനി എക്സാം ആണ്, ഇത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സമയമില്ല, ഒഴിവാക്കാൻ ഒട്ടും സമയമില്ല. ഇനി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് കവർ ചെയ്ത് പോരാം. അതുകൊണ്ട് ലാഗ് ആവില്ല. വേഗം ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ തുടങ്ങിയതുണ്ട് ഈ ചാപ്റ്റർ എവിടെ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്? 2 കോൺസെപ്റ്റിലാണ് തുടങ്ങിയിട്ടുള്ളത്. എന്താ ഇൻകം ഡിറ്റർമിനേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഒന്ന് ടച്ച് ചെയ്ത് നമുക്ക് പോരാം. എന്നിട്ട് ഇന്ന് പറയാനുള്ള രണ്ട് ടോപ്പിക് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഉണ്ട്. പിന്നെ നമുക്ക് ഇക്വിലിബ്രിയത്തിന് ശേഷം ഒരു പോയിന്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് ക്ലിയർ ആവും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? ഒരു മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടി ചാപ്റ്ററിലുണ്ട്. അതുകൂടി നമുക്കൊന്ന് വേഗം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഇൻകം ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 ടേംസിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് എക്സ് ആൻഡ് കോൺസെപ്റ്റ് ആൻഡ് എക്സ് പോസ്റ്റ് കോൺസെപ്റ്റ്. എന്താ എക്സ് ആൻഡ് എക്സ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ? എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എമൗണ്ട് ആണ്, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാണ്. മുന്നേ നമുക്ക് പ്ലാൻ ചെയ്യണം, എനിക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട്, ഒരു 1 lakh എനിക്ക് നെക്സ്റ്റ് മന്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുകയാണ് എക്സ് ആൻഡ് കോൺസെപ്റ്റ് എന്നാണ് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ദ പ്ലാൻഡ് ഓർ ഇന്റൻഡഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ, ഒരു വേരിയബിളിന്റെ പ്ലാൻഡ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ് ആൻഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആര് വരുന്നത്? എക്സ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആക്ച്വൽ ആയിട്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട്, അതാണ് എക്സ് പോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതാണ് ആക്ച്വൽ ഓർ റിയലൈസ്ഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ. അതിന്റെ റിയൽ ആയിട്ടുള്ള വാല്യൂ എത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് നമ്മൾ എക്സ് പോസ്റ്റ് വാല്യൂ എന്ന് പറയും. എക്സ്പോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയും. ക്ലിയർ ആണ്? ഇതേ പറയാനുള്ളൂ. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ അല്ല, ഒരു സാധാരണ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇൻകം ഉണ്ട്. ഈ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലേ നമ്മുടെ പർച്ചേസ് ഉണ്ടാവുള്ളൂ. കൂടുതൽ വരുമാനമുള്ള ഒരാളും കുറഞ്ഞ വരുമാനമുള്ള ഒരാളും തമ്മിലുള്ള പർച്ചേസ് എങ്ങനെ ഡിഫറൻസ് ആയിരിക്കും? കൂടിയ വരുമാനമുള്ള ആൾ ചിലപ്പോൾ ബ്രാൻഡ് സാധനങ്ങളാവും യൂസ് ചെയ്യുക. അയാളുടെ പർച്ചേസിങ് എന്താ പറയുക, എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതായിരിക്കും കമ്പയർഡ് ചെയ്യുകയാണ് ഒരു സാധാരണക്കാരനെ വെച്ചിട്ട്. കൂടുതലല്ലേ? അപ്പോൾ വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പർച്ചേസിങ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി വരുമാനം മൊത്തം നമ്മൾ പർച്ചേസ് ചെയ്യുമോ? മൊത്തം നമ്മൾ കൺസ്യൂം ചെയ്ത് തീർക്കുമോ? ഇല്ല. ആ വരുമാനത്തിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ എന്താക്കി വെക്കുന്നുണ്ട്? സേവിങ്സിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വരുമാനം നമ്മൾ 2 രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആവശ്യങ്ങൾ, നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമ്മൾ മാറ്റി വെക്കും, നമുക്ക് സേവിങ്സ് ആവശ്യമാണ്, അല്ലേ? ചില സമയങ്ങളിൽ നമുക്ക് വരുമാനം ഉണ്ടാവില്ല. വരുമാനം ഇല്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ എന്ത് വേണം? പണം വേണം. അപ്പൊ നമ്മൾ എന്താണ്? വരുന്ന കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെക്കും.
ഇതിനെയാണ് നമ്മൾ കൺസംഷൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യില്ല, കുറച്ച് പണം നമ്മൾ സേവ് ആക്കി വെക്കും. പീപ്പിൾ സ്പെൻഡ് മേജർ പോർഷൻ ഓഫ് ദെയർ ഇൻകം ഫോർ കൺസംഷൻ ആൻഡ് റെസ്റ്റ് ഫോർ സേവിങ്. ബാക്കി വരുന്ന എമൗണ്ട് എന്തിലേക്ക് മാറ്റും? സേവിങ്സിലേക്ക് മാറ്റും. സോ ഇൻകം ഈസ് ദ സം ഓഫ് കൺസംഷൻ ആൻഡ് സേവിങ്സ്. അതുകൊണ്ട് തന്നെ ഇൻകത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻകത്തിനെ നമുക്ക് വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ആണ്. ഈ ഇൻകത്തിനെ നമുക്ക് രണ്ട് മീനിങ് അറിയാം അല്ലേ? കൺസംഷന് വേണ്ടിയിട്ടും സേവിങ്സിന് വേണ്ടിയിട്ടും നമ്മൾ നീക്കി വെക്കുന്ന തുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വൈ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അതാണ് ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ് ആൻഡ് കൺസംഷൻ എന്നൊരു ടേം നമ്മൾ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് എന്തുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇൻകത്തിനെയാണ്. അപ്പോൾ സി, കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എങ്ങനെ പറയും? സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി, ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. ഇനി എം പി സി, എം പി എസ് എന്നൊക്കെ പഠിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സ്മോൾ ലെറ്റർ സി കൂടി ഇതിൽ വരും. അതെന്താ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ ക്ലാസ് ഉണ്ട്, ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒന്നുകൂടി ഉണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കുക. ഇനി എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺസംഷൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഇൻകം ഓഫ് എ കൺസ്യൂമർ. കൺസംഷൻ ഒരു കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം എൻ്റെ കയ്യിൽ നല്ല വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പർച്ചേസ് ലെവൽ കുറച്ച് ബ്രാൻഡ് വാങ്ങാം, അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടിയത് വാങ്ങാം, അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയത് ഞാൻ വാങ്ങാം. ക്ലിയർ അല്ലേ? ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇൻകം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ എഫ് ഓഫ് വൈ എന്ന് നമുക്ക് പറഞ്ഞൂടെ? കൺസംഷൻ ഈക്വൽ ടു, കൺസംഷൻ എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കൺസംഷൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ, ഫങ്ഷനിങ് ഓഫ് ഇൻകം, ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വൈ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇൻകത്തിനെയാണ്. ക്ലിയർ അല്ലേ? വൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറക്കരുത്, ഇൻകം ആണ്. ക്ലിയർ അല്ലേ? ദെൻ പീപ്പിൾ സ്പെൻഡ് എ മേജർ പോർഷൻ ഓഫ് ദെയർ ഇൻകം ഫോർ കൺസംഷൻ ആൻഡ് റെസ്റ്റ് ഫോർ സേവിങ്സ്. സോ ഇൻകം ഇസ് ദ സം ഓഫ് കൺസംഷൻ ആൻഡ് സേവിങ്സ്. അതുകൊണ്ട് തന്നെ ഇൻകത്തിനെ കൺസംഷൻ്റെയും സേവിങ്സിൻ്റെയും ഒരു സം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഇൻകം എന്നത്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്തതാണ് വൈ ഈക്വൽ ടു സി പ്ലസ് എസ്. വൈ ഈക്വൽ ടു സി പ്ലസ് എസ്. അത് നിങ്ങളൊന്നും മറക്കാതെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? ഇനിയാണ് ഞാൻ പറഞ്ഞു കുറച്ച് ഭാഗം നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിയത്, അതിനെ നമ്മൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയും, MPC എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? റേഷ്യോ ഓഫ് ചേഞ്ചസ് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. ക്ലിയർ അല്ലേ? ഈ പോർഷൻ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? എത്രയാണ് നമ്മൾ കൺസംഷൻ നടത്തിയത്, നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ കൺസംഷൻ നടത്തിയത് എത്രയാണോ അതിനെ MPC എന്ന് പറയും. അതിനെ കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ MPC ഈക്വൽ ടു ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഓക്കെ അല്ലേ? MPC എന്ന് പറയുന്നത് ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോൺസെപ്റ്റ് കൂടി പഠിക്കാനുണ്ട്. അത് പ്രോബ്ലം ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. APC. സോ ഓക്കെ, ഇതിനെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ APC എന്താ? APC പറഞ്ഞാൽ ആവറേജ് ആവും. ആവറേജ് ആകുമ്പോൾ എന്താ മാറ്റമുള്ളത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഇക്വേഷൻ എങ്ങനെ വന്നതെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. MPC ഈക്വൽ ടു ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. അങ്ങനെയാണ് APC ഉണ്ട്. ഓക്കെ അല്ലേ? MPC ഉണ്ട്, APC ഉണ്ട്, MPS ഉണ്ട്, APS ഉണ്ട്. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ഒരു 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്നതിന് എങ്ങനെയാവും? കാരണം നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈ പറയുന്ന 2 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ APCക്ക് ആ ഡെൽറ്റ അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ APSന് ആ ഡെൽറ്റ അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ പറയുന്നുണ്ട് APC ആണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? ഈ ഡെൽറ്റ സി ഇവിടെ കണ്ടോ? ഈ ഡെൽറ്റ സി ഇവിടെ ഇല്ല. സി ഡിവൈഡ് ബൈ വൈ, എത്രയാണോ നമ്മുടെ കൺസംഷൻ അതിന് അതേ ഡിവൈഡ് ബൈ നമ്മുടെ ആക്ച്വൽ ഇൻകം എത്രയാണോ അത്. ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണെങ്കിൽ അവിടെ എന്തായി? മാർജിനലായി. ചേഞ്ച് ഇല്ല, എത്രയാണോ ആക്ച്വൽ ആയിട്ടുള്ള എമൗണ്ട് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായി? ആവറേജ് ആയി. ക്ലിയർ അല്ലേ? ആ പോയിന്റ് ഓക്കെ അല്ലേ? അങ്ങനെയാണ് MPS കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? MPS ഈക്വൽ ടു ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. എന്താ MPS? ഈ കൺസംഷന് വേണ്ടി നീക്കി വെക്കുന്ന എമൗണ്ട് ആണെങ്കിൽ അതിനെ സി, ഇവിടെ MPCയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചു. അങ്ങനെയാണെങ്കിൽ സേവിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. വരുമാനത്തിന്റെ മുഴുവൻ പോർഷൻ നമ്മൾ യൂസ് ചെയ്യില്ല. മുഴുവൻ പോർഷനിൽ കുറച്ച് ഭാഗം നമ്മൾ കൺസ്യൂം ചെയ്തിട്ട് ബാക്കി കുറച്ച് ഭാഗം നമ്മൾ എന്താക്കിയിട്ടുണ്ട്? സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സേവ് ചെയ്ത് വെച്ചതിനെയാണ് നമ്മൾ MPS എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ്സ് എന്ന് പറയും. അത് ഈക്വൽ ടു MPS ഈക്വൽ ടു ഡെൽറ്റ എസ്. കണ്ടോ? എസ് എന്ന് പറഞ്ഞാൽ സേവിങ്സ്, ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഇൻകത്തിൽ എത്രയാണോ ചേഞ്ചസ് വന്നിട്ടുള്ളത് അത് ഡിവൈഡ് ചെയ്യാം. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് APS ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, APC ഓക്കെ ആയി. ഇനി നമ്മൾ എന്ത് കാണണം?
APS അല്ലേ, APS നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ എന്തായി, ഈ ഡെൽറ്റ മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുത്താൽ മതി, എസ് എത്രയാണോ സേവിങ്സ് അതേ ഡിവൈഡഡ് ബൈ എത്രയാണോ നമ്മുടെ ഇൻകം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരും, ക്വസ്റ്റ്യനിൽ കറക്റ്റ് അല്ലാത്തതിൻ്റെ വാല്യൂ തരും, MPC എത്രയാണെന്ന് തരും, ദെൻ ഇൻകം എത്രയാണെന്ന് തരും, കൺസ്യൂമബിൾ ചാർജ് തരും, അതിൽ ചേഞ്ചസ് വന്നിട്ടുള്ള കൺസംഷൻ ചാർജ് തരും, ഇൻകം തരും, ഇൻകത്തിൻ്റെ ചേഞ്ചസ് എത്രയാണെന്നുള്ളത് തരും. ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ. MPC കാണാം, APC കാണാം, APS കാണാം, MPS കാണാം. ഒരു 5 മാർക്ക് നിങ്ങൾക്ക് പോന്നിട്ടില്ലേ? ക്ലിയർ അല്ലേ? ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ചാപ്റ്ററിന് 7 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കാനുള്ള ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഏതായിരുന്നത്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് വെച്ച് ഇത് പഠിക്കേണ്ടതല്ല. ഇതിൽ 7 മാർക്ക് ഇതാ പുറകിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലൊന്ന് കാണാം. പ്രോബ്ലംസ് ഒക്കെ വരും, അപ്പോൾ അതിനനുസരിച്ച് എഴുതാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MPC ആൻഡ് MPS. ഈ MPSഉം MPCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് MPCയും MPSഉം തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. MPSഉം MPCയും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 1 ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ MPC എന്ന് പറയുന്നത് 0.8 ആണെങ്കിൽ MPS എന്ന് പറയുന്നത് എത്രയോ 0.2 ആവും. നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് വേറെ അർത്ഥം കൂടി ഇല്ലേ? MPSഉം MPCയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും 0യുടെയും 1ൻ്റെയും ഇടയിലാവും ഇവരുടെ രണ്ടാളുടെയും വാല്യൂ. ഓക്കെ അല്ലേ? ടോട്ടൽ 1 ആണ് നമുക്ക് എങ്ങനെയായാലും അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സിംഗിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. MPC നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. MPCക്ക് എത്ര നമ്മൾ കണ്ടുപിടിച്ചു, എത്ര ചോദ്യം നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അത് കിട്ടാൻ പോകുന്നത് 0യുടെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ആര് MPSൻ്റെയും കിട്ടാനുള്ളത്. ഓക്കെ അല്ലേ? MPS എന്ന് പറയുന്നത് 0യും 1ൻ്റെയും ഇടയിലാവും. എന്നാലല്ലേ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതും ക്ലിയർ ആണ്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അത് നമ്മൾ എവിടെ പരിഹരിക്കും? നിങ്ങളുടെ മാരത്തൺ ലെവൽ ആ കമൻറ്റ് പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരും. ക്ലിയർ? ദെൻ ഇവിടെ പറയുന്നുണ്ട് MPC ഈക്വൽ ടു 1 മൈനസ് MPS. കണ്ടോ? MPC എന്ന് പറയുന്നത് 1 മൈനസ് MPS ആണ് അല്ലേ? അതായത് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1ൻ്റെ അപ്പുറം പോയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 കിട്ടി, MPC നമുക്ക് കിട്ടി. MPC കിട്ടിയിട്ടുണ്ടെങ്കിൽ MPS കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വാല്യൂ 1 കിട്ടുള്ളൂ. ആ 1ൽ നിന്ന് നമുക്ക് എന്താണോ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്, കണ്ടുപിടിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ കിട്ടിയിട്ടുള്ളത് അത് ലെസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെ കിട്ടും? MPC കിട്ടും. ഓക്കെ അല്ലേ? ദെൻ MPS ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്താവും? 1 ഓൾറെഡി നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് MPC ആണ്. ഓൾറെഡി നമുക്ക് MPC അറിയുന്നുണ്ടാവും. ആ MPC ആയിട്ട് ലെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? സേവിങ്സ് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, മറക്കില്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇൻകം ഇൻക്രീസ്ഡ് ഫ്രം 100 to 200. 100 രൂപ വരുമാനത്തിൽ നിന്ന് അത് എത്രയിലേക്ക് മാറി? 200ലേക്ക് മാറി. ദെൻ കൺസംഷൻ ഇൻക്രീസ്ഡ് ഫ്രം 50 to 60. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് മാറിയിട്ടുള്ളത്? കൺസംഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻകത്തിന്റെ ഒരു പോർഷൻ നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. എത്രയിൽ നിന്ന് എത്രയിലേക്ക്? 50 രൂപയായിരുന്നു ഞാൻ ആദ്യം ചെലവാക്കിയത്. പക്ഷെ ഞാൻ ഇപ്പോൾ എത്ര ചെലവാക്കിയത്? 60 രൂപയിലേക്കാണ് ചെലവാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? MPC ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. എത്രയാണ് ഞാൻ കൺസ്യൂം ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. MPC ഈക്വൽ ടു നമുക്കറിയാം ഡെൽറ്റ C ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഡെൽറ്റ C ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ആണ്. ഈ ഡെൽറ്റ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ ആണ്. അത് എത്രയാണ്? 50ൽ നിന്ന് 60ലേക്കാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എത്രയാണ്? 10 അല്ലേ ചേഞ്ച് വന്നിട്ടുള്ളത്? ആ 10 ആണ് ഡെൽറ്റ C എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻകം ഇൻക്രീസ്ഡ് ഫ്രം 100 to 200. വരുമാനം 100ൽ നിന്ന് 200ലേക്കാണ് മാറിയിട്ടുള്ളത്. അപ്പോഴും അവിടുത്തെ ചേഞ്ച് എത്രയാണ്? 100ൽ നിന്ന് 200ലേക്ക് മാറണമെന്നുണ്ടെങ്കിലും 100ൽ നിന്ന് 200ലേക്ക് മാറി. അപ്പോഴും ചേഞ്ച് എത്രയാണ്? 100 അല്ലേ വരുന്നത്? 100 ആണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഡെൽറ്റ Y എത്രയാണ്? ഇൻകത്തിൽ വന്ന മാറ്റം എത്രയാണ്? ഡെൽറ്റ Y ഈക്വൽ ടു 100. അപ്പോൾ ആ 100 അവിടെ കൊടുത്തതാ, ഇത് ഇവിടെ കൊടുത്തു. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 100 കൊടുത്തു. നമുക്ക് കിട്ടിയ MPC എത്രയാടോ? 0.1 അല്ലെങ്കിൽ 0.1 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് MPS എന്ത് കിട്ടും? MPS കാണാനാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 മൈനസ് MPC. ഇപ്പോൾ കണ്ടുപിടിച്ച MPC അത് എത്രയിൽ നിന്ന് കുറക്കണം? MPC എത്രയിൽ നിന്ന് കുറക്കണടാ? 1ൽ നിന്ന് കുറക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? MPS കിട്ടും. വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതായത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാടാ? ഇവിടെ പറയുന്നുണ്ട് MPC ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ C. ഇത് നിങ്ങൾ ഓർത്തേക്കണം. MPC എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ C ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ C, ഓക്കെ അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ C നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? കൺസംഷൻ, ഓക്കെ അല്ലേ? സ്മോൾ ലെറ്റർ C ആണെങ്കിൽ എന്താണ്? MPC. അത് ഞാൻ ഇവിടെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ദെൻ അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. MPC ഈക്വൽ ടു സ്മോൾ ലെറ്റർ C, Y ഈക്വൽ ടു ഇൻകം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ ക്യാപിറ്റൽ C ഈക്വൽ ടു കൺസംഷൻ ആണ് നമുക്ക് അറിയാൻ പറ്റും. ദെൻ S എന്ന് പറഞ്ഞാൽ എന്താ? അത് സേവിങ്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു Y ഈക്വൽ ടു C പ്ലസ് S എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ C എന്ന് പറയുന്നത് കൺസംഷൻ ആണെങ്കിൽ S എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. അപ്പോൾ അതിന്റെ ആ ഫുൾ ഫോം എങ്ങനെയാണ് വരുന്നത് നിങ്ങളൊന്ന് ഓർപ്പിക്കുക. അപ്പോൾ സേവിങ്സിന്റെ കാര്യം നമുക്ക് ഓക്കെ ആണോ? ദെൻ സോ കൺസംഷൻ എന്ന് പറയുന്നത് നമ്മളുടെ MPCയുടെയും നമ്മുടെ ഇൻകത്തിൻ്റെയും ആ കോമ്പിനേഷനെ അല്ലേ? അതായത് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ കൺസംഷൻ അല്ലേ? ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? എൻ്റെ കൺസംഷൻ. കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? MPC എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഞാൻ കൺസ്യൂം ചെയ്യുന്നതാണ് MPC എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യേണ്ടത്? C, ടോട്ടൽ കൺസംഷൻ ഈക്വൽ ടു C, സ്മോൾ ലെറ്റർ C ഇൻറ്റു Y എന്ന് പറയും. സ്മോൾ ലെറ്റർ C എന്താണ്? ഈ സ്മോൾ ലെറ്റർ C എന്ന് പറയുന്നത് MPC ആണ്. ഓക്കെ അല്ലേ? MPC ആണ്. അങ്ങനെയാണ് Y എന്താണ്? ഇൻകം ആണ്. Y എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇനി നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. നേരെ അപ്ലൈ ചെയ്താൽ മതി, ഇക്വേഷൻ ആക്കി വെച്ചാൽ മതി. സോ C ഈക്വൽ ടു CY എന്നാണ് പറഞ്ഞിട്ടുള്ളത്. C ഈക്വൽ ടു CY. C എന്താണ്? കൺസംഷൻ. ഈ CY എന്താണ്? ഈ സ്മോൾ ലെറ്റർ C നമുക്കറിയാം, ഇത് MPC ആണ്. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ കൺസ്യൂം ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. ദെൻ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ വന്നിട്ടുള്ളതാ? ഇൻകം എന്ന് പറയുന്നത് നമ്മൾ Y എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ MPC നമുക്ക് തന്നിട്ടുണ്ട്. MPC ഒരു 0.5 ആണ് തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. MPC ഈക്വൽ ടു 0.5. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഇൻകം Y ഈക്വൽ ടു 100 rupees ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ എന്താ ചോദിക്കണത്? ഈ 100 rupees വെച്ചുകൊണ്ട് നിങ്ങളുടെ സേവിങ്സ് എത്രയാണ്, നിങ്ങളുടെ കൺസംഷൻ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ദെൻ ഇവിടെ MPC നമുക്കറിയാം കൺസംഷന് വേണ്ടി വന്നിട്ടുള്ള നമ്മളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. 0.5 നമ്മൾ എക്സാക്ട് എത്ര രൂപ ചെലവാക്കി എന്നതാണ് എന്ത്? ഈ ക്യാപിറ്റൽ ലെറ്റർ സിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ C ഈക്വൽ ടു എന്താ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്? CY എന്നാണ് പറഞ്ഞിട്ടുള്ളത്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ ആണ്. ആ കൺസംഷൻ ഈക്വൽ ടു C എന്താടാ? സ്മോൾ ലെറ്റർ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPC ആണ്. MPC ഇൻറ്റു എന്താടാ? Y അല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ MPC നമുക്ക് തന്നിട്ടുണ്ട്. ആ MPCനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ C കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 0.5 ഇൻറ്റു എന്ത് കൊടുക്കണം? 100 കൊടുക്കണം. 100 രൂപ വരുമാനം എനിക്കുണ്ട്. ആ 100 രൂപയിൽ ഞാൻ കൺസംഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണ്? അപ്പം നമുക്ക് കിട്ടും 50 രൂപ. കിട്ടിയോ? കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ MPC വെച്ചിട്ട് കിട്ടി. അങ്ങനെയാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചത് എത്രയാടാ? കൺസംഷന് വേണ്ടി എനിക്ക് 50 രൂപയാണ് വന്നിട്ടുള്ളത് 100 രൂപയിൽ. അങ്ങനെയാണ് ഞാൻ സേവിങ്സിന് എത്ര വന്നിട്ടുണ്ട്? എനിക്ക് സേവിങ്സ് MPS ഇതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് എന്ത് കൊടുത്താൽ മതിടാ? ഈ MPC കൊടുത്താൽ പോരെ? MPC അതായത് സ്മോൾ ലെറ്റർ C. ഓക്കെ അല്ലേ? ഈ സ്മോൾ ലെറ്റർ C കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 100ൽ നിന്ന് 50 കുറയ്ക്കണം. ഓക്കെ. ദെൻ എമൗണ്ട് എത്രടാ? 50. അപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ച എമൗണ്ട് 50 ആണ്. ഞാൻ കൺസംഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടും 50 ആണ്. ഈ ഒരു കോൺസെപ്റ്റാണ് നമുക്കിതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. നമുക്ക് എല്ലായ്പ്പോഴും ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, ഇക്വേഷൻ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴും കംപ്ലീറ്റ് ഫോമിലേക്ക് മാറിയിട്ടില്ല. അതെങ്ങനെ മാറുന്നത് നോക്കാം, ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം, മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഇവിടെ പറയുന്നുണ്ട് ഓട്ടോണമസ് കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനമില്ലാത്ത സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യില്ലേ? നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങണ്ടേ? അപ്പോൾ വരുമാനമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യാത്ത സമയത്ത്, ഇൻകം എൻ്റെ കയ്യിൽ ഇല്ലാത്ത സമയത്തും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കൺസംഷൻ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള കൺസംഷനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. സോ ഓട്ടോണമസ് കൺസംഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് C ബാർ എന്നാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? C ബാർ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഇത് നമുക്ക് ഇക്വേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ടോട്ടൽ ഇൻകം കാണുമ്പോൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. സോ അതിലേക്ക് നമ്മൾ ഇയാളെ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കൺസംഷൻ അതായത് ഓട്ടോണമസ് കൺസംഷൻ വരുമാനം ഇല്ലാത്ത സമയത്ത് കൂടി നമ്മൾ അക്വയർ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ കൺസംഷൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ C ബാർ എന്ന് പറയും. ഡിനോട്ട് ചെയ്തിട്ടുണ്ട് C ബാർ. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ഡിപ്പെൻഡഡ് ബൈ C ബാർ ആൻഡ് ഷോ ദ കൺസംഷൻ വിച്ച് ഈസ് ഡിപ്പെൻഡ് ഓഫ് ഇൻകം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇൻകത്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇഫ് കൺസംഷൻ ടേക്ക് പ്ലേസ് ഈവൻ ഇൻകം ഈസ് 0.
കൺസംഷൻ അത് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. എന്തില്ലെങ്കിലും ഇൻകം 0 ആണെങ്കിലും, കാരണം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും, ആ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും, കൺസംഷൻ ചെയ്യും. പക്ഷെ കറണ്ട് ആ പീരീഡിൽ നമുക്ക് എന്തില്ല, ഇൻകം ഇല്ല. ക്ലിയർ അല്ലേ? അങ്ങനെയുള്ള കൺസംഷൻ ആണ് ഓട്ടോണമസ് കൺസംഷൻ. ദെൻ കൺസംഷൻ ഫംഗ്ഷൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുന്നത്? ഈ സി നമ്മൾ ചെയ്യുമ്പോൾ ഓർ ഇറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഓട്ടോണമസ് കൺസംഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് കൺസംഷൻ when the income is 0. ഇതാണ് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതുള്ളത്? അതായത് നമ്മുടെ കൺസംഷൻ, ഇൻകം ഉള്ളപ്പോൾ നടത്തുന്ന കൺസംഷനും ഇൻകം ഇല്ലാത്തപ്പോൾ നടത്തുന്ന കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഈ കൺസംഷൻ ഫംഗ്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഗോട്ട് ഇറ്റ്? ദെൻ കൺസംഷൻ, ടോട്ടൽ കൺസംഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ആരെ കൂടി പരിഗണിച്ചു കൊടുക്കണം? ഓൾറെഡി നമ്മൾ സി ഈക്വൽ ടു, തൊട്ട് മുന്നേ ഞാൻ ഇക്വേഷൻ ഫോം ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സി ഈക്വൽ ടു CY എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്മോൾ ലെറ്റർ സി ഇൻറ്റു ക്യാപിറ്റൽ വൈ. ഈ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPC ആണ് അല്ലേ? MPC ആണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആരെ കൂടി ഇതിൽ പരിഗണിച്ചു കൊടുക്കണം? വരുമാനം ഇല്ലാത്തപ്പോൾ കൂടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതുകൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് കൺസംഷൻ, ടോട്ടൽ വാല്യൂ ഓഫ് കൺസംഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സി ഈക്വൽ ടു സി ബാർ പ്ലസ് CY. ഓക്കെ അല്ലേ? ഈ സി ബാർ ആരാണ്? ഓട്ടോണമസ് കൺസംഷൻ. ഇനി ഒരു കൺസംഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കൺസംഷൻ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ I ഈക്വൽ ടു ഐ ബാർ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? I ഈക്വൽ ടു ഐ ബാർ, ഇവിടെ ഐ ബാർ ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റലിലേക്കുള്ള ഒരു അഡീഷൻസ് ആണ്. ഫേംസിനൊക്കെ സംബന്ധിച്ചിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് എവിടെ? ഈ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. സോ I ഈക്വൽ ടു ഐ ബാർ. ഈ കൺസംഷന്റെ കൂടെ നമുക്ക് എന്തുകൂടി വരും? അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു ചാർജ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ ഐ ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ദാ ഇത്ര ഇക്വേഷൻ വരെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണുമ്പോൾ നമുക്കൊരു ഐ ബാർ കയറി വരും. അപ്പോൾ അത് എവിടുന്നാ വന്നത് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല, നമുക്ക് പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് അഡീഷണൽ സ്റ്റോക്ക്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ദെൻ I ഈക്വൽ ടു ഐ ബാർ. ഈ കാര്യം വരെ നിങ്ങൾ ഇത്ര നേരം കേട്ടില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ആ 2 ടേംസും കൂടി പറഞ്ഞിട്ട് വേഗം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ക്ലിയർ അല്ലേ? ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് അടുത്ത കോൺസെപ്റ്റ് ആണ്. ദെൻ അഗ്രിഗേറ്റ് സപ്ലൈ അടുത്ത കോൺസെപ്റ്റ് ആണ്. ഒരു 4 കോൺസെപ്റ്റ് ഇനി പഠിക്കാനുള്ളൂ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. ഞാൻ മൊത്തം ക്വസ്റ്റ്യൻ എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ്സിൽ ആഗ് ചെയ്യിക്കുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് വരിക. ദെൻ ആ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് എ ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ എക്കണോമി. ഒരു എക്കണോമിയിലുള്ള ടോട്ടൽ ഡിമാൻഡ്, മൊത്ത ഗുഡ്സ് ആൻഡ് സർവീസസിന് വരുന്ന ഡിമാൻഡ് ഉണ്ടല്ലോ, അതിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. AD എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുക, AD. അപ്പോൾ AD എന്ന് പറയുന്നത് ആരുടെയൊക്കെ കോമ്പിനേഷൻസ് ആണ്? നമ്മളുടെ കൺസംഷനും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെയും ആ ഒരു കോമ്പിനേഷനെയാണ് AD എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ദർ ആർ 2 കോമ്പോണൻസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ അല്ലേ? ADയിൽ 2 കോമ്പോണന്റ് ആണുള്ളത്. അതിലൊന്നാണ് കൺസംഷൻ ഡിമാൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ AD ഈക്വൽ ടു, ഇവിടെ ഇക്വേഷൻ കണ്ടോ നിങ്ങൾ? AD ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് CY എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ പഠിച്ചു, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. ഈ ടോട്ടലിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്? കൺസംഷന് വരുന്ന എക്സ്പെൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റിന് വരുന്ന എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരുമാനം ഇല്ലാത്തപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, വരുമാനം ഇല്ലാത്തപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇതിലുണ്ട്. ദെൻ അതിന്റെ കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ നമ്മൾ കൺസ്യൂമബിൾ എമൗണ്ട്, അതായത് MPC എത്രയാണെന്നുള്ളതുണ്ട്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മളുടെ ഇൻകം കൂടി തരും, ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് എത്രയാണോ നിങ്ങളുടെ കൺസംഷൻ സെപ്പറേറ്റ്, അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ടോട്ടൽ ഡിമാൻഡ് കാണണം, മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസിനുള്ള ഡിമാൻഡ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പർച്ചേസ് ഉണ്ടല്ലോ, പണം ഇല്ലാത്തപ്പോഴുള്ള പർച്ചേസും പണം ഇല്ലാത്തപ്പോഴുള്ള ഇൻവെസ്റ്റ്മെന്റും പിന്നെ നമ്മുടെ MPCയും നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അഗ്രിഗേറ്റ് ഡിമാൻഡ് കിട്ടി. അതായത് ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ എക്കണോമി, അത് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. എന്താ പഠിക്കാനുള്ളത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് CY. ഓക്കെ അല്ലേ? സി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? സി ബാർ എന്താ? സി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസംഷൻ ചെയ്യുമ്പോൾ, വരുമാനമില്ലാത്തപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെൻസ് ഉണ്ട്, കൺസ്യൂമബിൾ ചാർജ് ഉണ്ട്, അതാണ് സി ബാർ. ഐ ബാർ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് ഫേംസിനൊക്കെ സംബന്ധിച്ചിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. ദെൻ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPC ആണ്, Y എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഒരു ഇക്വേഷൻ തരും, എത്രയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഒരു കർവ് നിങ്ങളോട് വരയ്ക്കാൻ പറയും, അതിൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തതെന്നും കൂടി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതും സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ പറയുന്നുണ്ട് this equation can be further simplified by adding up the two autonomous terms. ഓക്കെ അല്ലേ? ഈ ടേംസ് ഉണ്ട്, അതായത് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ ബാർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ സി ബാറും ഐ ബാറും എന്നത് കണ്ട് വലിയൊരു ഇക്വേഷൻ പോലെ തോന്നും, വേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഒന്ന് ചുരുക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇക്വേഷൻ ചുരുക്കുന്നത്? എന്താണ്ടോ, എ ബാർ എന്ന് പറഞ്ഞിട്ടാണ് ചുരുക്കിയിട്ടുള്ളത്. ഈ എ ബാർ എന്ന് പറയുന്നത് ആരുടെയൊക്കെ കോമ്പിനേഷൻ ആണ്? ഇതാ, സി ബാർ പ്ലസ് ഐ ബാർ. ഈ ബാർ എന്താ, നമുക്ക് വരുമാനം ഇല്ലാത്തപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതെന്താക്കിയിട്ടുണ്ട്, അത് സി ബാറിന് അണ്ടറിൽ കൊണ്ടുവന്നു. ഇനി ആരെയാണ് നമ്മളുടെ അടുത്തുള്ളത്? ഈ ഐ ബാർ ഉണ്ട്. അപ്പോൾ ഈ ഐ ബാർ കൂടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഇൻവെസ്റ്റ്മെന്റിൽ എത്രയാണോ വന്നിട്ടുള്ളത് അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെ കോമ്പിനേഷൻ ആണ്? സി ബാറിന്റെയും ഐ ബാറിന്റെയും. അപ്പോൾ നമ്മുടെ വൈ ടോട്ടലി ഇൻകം അല്ലെങ്കിൽ എ ഡി ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ബാർ പ്ലസ് സി വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ ഈ എ ബാറിൽ ആരൊക്കെ ഉണ്ടാ? ഞാൻ പറഞ്ഞ ഒന്ന് സി ബാർ ഉണ്ട്, ഐ ബാർ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അവിടെ ആരെ മാറ്റി കൊടുത്തു, നമ്മളൊന്ന് എ ബാർ ആക്കി കൊടുത്തു എന്നുള്ള ആ ഡിഫറൻസ് മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിന് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ട്, എ ഡി ഈക്വൽ ടു അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, എ ഡി ഈക്വൽ ടു 20 + 0.6y. ഓക്കെ അല്ലേ? എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? പ്രിപ്പയർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ തരും. ഓക്കെ അല്ലേ? ഇത് തന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കർവ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സാക്ട് വാല്യൂ നമുക്ക് മാറ്റണം. സോ ഇൻകം നമ്മൾ 0, 100, 200, 300 ആൻഡ് 400 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ഇൻകം വെച്ചുകൊണ്ട് ഇതാ 0 ആവുമ്പോൾ എത്രയാണ് എ ഡി വരുന്നത്, ഇൻകം 100 ആവുമ്പോൾ എത്രയാണ് എ ഡി വരുന്നത്, ദെൻ ഇൻകം 200 ആകുമ്പോൾ എ ഡി എത്രയാണ് വരുന്നത്, ഇൻകം 300 ആകുമ്പോൾ എ ഡി എത്രയാണ് വരുന്നത്, ഇൻകം 400 ആകുമ്പോൾ എ ഡി എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷനിൽ അതേ വാല്യൂ 20 + 0.6 × y എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ y ആരടാ? ഇതാണ് y എന്ന് പറയുന്നത്. അവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തു നമുക്ക് എത്ര കിട്ടി? ടോട്ടല് 20 കിട്ടി. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ പറയുന്നുണ്ട് 100 ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഈ 100 ഇൻകം ആയപ്പോൾ അവിടെ നമ്മൾ 100 ആക്കി കൊടുത്തു, ഇക്വേഷനിൽ y എന്നുള്ളിടത്ത് 100 ആക്കി കൊടുത്തു. ദെൻ 20 + 0.6 × 100 60 വരും. 60 + 20 എന്താണ്? 80 വരും. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് അതുപോലെ തന്നെ വരും. ഇവിടെ 200 ആക്കി കൊടുക്കുന്നു, അവിടെ 140 വരും. ഇവിടെ 300 ആക്കി കൊടുക്കുന്നു, ഇവിടെ 200 വരും. ഇവിടെ 400 ആക്കി കൊടുക്കുന്നു, അപ്പോൾ ടോട്ടൽ എത്ര വരും? 260 വരും. ഇനി ഇതിനെന്താ ചെയ്തിട്ടുണ്ട്? എക്സ് ആൻഡ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു, ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുന്നു. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതുകൂടി നമുക്കൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് എക്സ് ആക്സിസിൽ നമുക്ക് ഇൻകം കൊടുക്കാം. ഓക്കെ അല്ലേ? ഇൻകം നമുക്ക് കൊടുക്കാം അല്ലേ? ദെൻ ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൊടുക്കാം, ഇൻകം ഡിമാൻഡും കൊടുക്കാം. 1, 2 ഇത് കൃത്യമായിട്ടാവില്ല, ഞാൻ ഒരു മെഷർമെൻറ്റ് എൻ്റെ കൈ കൊണ്ട് എടുക്കുകയാണ് കേട്ടോ. 1, 2, 3, 4, 5, 6, 7 പോട്ടെ. ദെൻ ഇൻകം നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടാ? 100. അവിടെ 0 ആണ്. 100, 200, 300 ആൻഡ് 400 കൊടുത്തിട്ടുണ്ട്. 400 വരെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇനി അതിലുണ്ടെങ്കിൽ കൂടുതൽ എഴുതാം. ദെൻ ഇവിടെ നമുക്ക് ഏകദേശം നമ്മുടെ വാല്യൂ കൃത്യമായിട്ട് മെഷർ ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 50 വെച്ച് പോവല്ലേ, എന്നല്ല ഡിമാൻഡ് നമുക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 50 അല്ലെങ്കിൽ 100 വെച്ച് പോയാലും നമുക്ക് എക്സാക്ട് വാല്യൂ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. എന്നാലും ചെറിയ സംഖ്യ എടുത്ത് പോകല്ലേ. അപ്പോൾ നമുക്ക് 0, 50 എന്ന് തുടങ്ങാം. 50, 100, 150, 200, 250, 300, 350, 260 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര മതി. ഓക്കെ. ദെൻ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ട് ഇൻകം 0 ആകുമ്പോൾ നമ്മുടെ എ ഡി എത്രടാ? ഇൻകം 0 ആകുമ്പോൾ നമ്മുടെ എ ഡി എത്ര? 20 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20 എവിടെ വരും? 20 നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ? ഇവിടെ കൊടുക്കാം. 20 വരും. ഇൻകം 0 ആകുമ്പോൾ നമുക്ക് 20 വന്നു. ഓക്കെ. ദെൻ അടുത്ത ആൾ നമ്മൾ പറയുന്നുണ്ട് ഇൻകം 100 ആയി. 100 ഇൻകം വന്നപ്പോൾ ഇൻകം 100 ആയിട്ടുണ്ട്. 100 ഇൻകം വന്നപ്പോൾ നമ്മളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 80 ആണ് അല്ലേ? അപ്പോൾ 50, 60, 70, 80 ഏകദേശം ഇവിടെ വരും. ഓക്കെ. ഇനി നമ്മളൊന്ന് അസ്യൂം ചെയ്ത് വരച്ചു നോക്കാം. ഇവിടെ വരും ആ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ വന്നു ഒരു പോയിന്റ്. ഓക്കെ അല്ലേ? നമുക്ക് എറൈസ് ചെയ്യാം.
ഓക്കെ അല്ലടാ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി, സെക്കൻഡ് പോയിന്റ് കിട്ടി. ഇനി ഇൻകം 200 ആകുമ്പോൾ 140 അതാ 200 ആയി. 200 ആകുമ്പോൾ ഇതാ 140 വരും ഇവിടെ. 140 ഇവിടെ വരുമ്പോൾ അത് ഇങ്ങനെ വരും അല്ലേ, ഇത് വരും. അപ്പോൾ അടുത്ത പോയിന്റ് ഇവിടെ അല്ലേ വരിക, ഇതിൻ്റെ ജോയിന്റ്. ഓക്കെ, ജോയിനിങ് പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതും പോയി, ക്ലിയർ ആയി. അപ്പോൾ 3 പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി നാലാമത്തത് നോക്കുക. 1 2 3 then 4. 300 ആകുമ്പോൾ നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? 200 ആണ്. 300 ആയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 200. ദാ അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. 300ലും 200ലും നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തു. ദെൻ അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ആ പോയിന്റ് മാത്രം ആക്കി വെച്ചിട്ടോ. ഇത് ഗ്രാഫ് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സിമ്പിൾ ആയിരിക്കും. ദെൻ ഇവിടെ 400 പറയുന്നുണ്ട്. 400ൽ എത്രയുടെ ഇൻകം വരുന്നത്, ഡിമാൻഡ് എത്ര വരുന്നത്? 400 ഇവിടെ തന്നിട്ട് ഇപ്പോൾ എത്രയാണ്? 260 ആണ് പറയുന്നത്. ഇവിടെ വരും 260 ആൻഡ് നമ്മൾ 400ൽ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ വരും അല്ലേ. അപ്പം നമുക്ക് എക്സാക്റ്റ് ഒരു ക്രോസ് ലൈൻ ആയിട്ടാണ് വരുന്നത്. ക്രോസ് അല്ല, ഒരു എന്താ പറയുക, ഇൻക്രീസിങ് സ്ലൈഡ് സ്ലോപ്പ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഈ ലൈൻസ് എല്ലാം ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുക. ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ടാവും. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ എ ബാർ വരിക. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? എ ഡി ആണ്. എ ഡി ഈക്വൽ ടു എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എ ബാർ പ്ലസ് സി വൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, സ്മോൾ ലെറ്റർ സി. ഈ എ ബാറിൽ ആരൊക്കെ ഉണ്ടോ? എ ബാറിൽ നമുക്ക് ആരൊക്കെ കൊടുക്കാനുണ്ട്? നമുക്ക് സി ബാറും ഉണ്ട്, ഐ ബാറും ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ ചെറുതാക്കിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത്. എ ഡി ഈക്വൽ ടു എ ബാർ പ്ലസ് സി വൈ. ഇനി സി എന്ന് പറയുന്നത് എം പി സി ആണ്. ഇതാണ് സി അല്ലേ. എം പി സി 0.6 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി അറിയാം. ദെൻ വൈ എന്ന് പറയുന്നത് ഏതാടാ? വൈ ഓരോ വൈയും നമുക്ക് തന്നിട്ടുണ്ട്. 0, 100, 200, 300 ആൻഡ് 350. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ആണെന്ന് എത്തിക്കൂടെ. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്തിനാണ് തന്നിട്ടുള്ളത്? 0 ആയാലും, അതായത് വരുമാനം നമുക്ക് 0 ആണെങ്കിലും, ഇപ്പൊ ഇൻകം 0 ആണ് അല്ലേ, ഇൻകം 0 വരാം. ഇൻകം 0 ആകുമ്പോഴും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസംഷൻ ചെയ്യുന്നുണ്ട്. ഇതാ ഇൻകം 0 ആയപ്പോഴും ഇവിടെ കണ്ടോ, ഇൻകം നമുക്ക് വന്നിട്ടുള്ളത് 0 ആണ്. ഇൻകം 0 വന്നിട്ടുണ്ട്. ആ ഇൻകം 0 വന്നപ്പോഴും നമ്മുടെ ഡിമാൻഡ് ഉണ്ടോ? 20 ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെയായാലും എന്ത് വരില്ല, ആ ഗ്യാപ്പ് എപ്പോഴും 0 ഒന്നും തുടങ്ങില്ല. ഇൻകം 0 ആയാലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരിക്കലും ഡിമാൻഡ് 0യിൽ നിന്ന് നമുക്ക് തുടങ്ങാത്തത്. ഡിമാൻഡ് എപ്പോഴും എന്തുണ്ട്? ഡിമാൻഡ് അവിടെ എക്സിസ്റ്റിംഗ് ആണ്, വരുമാനം ഇല്ലെങ്കിലും. അതാണ് ഈ എക്സാമ്പിൾ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? 0 വെച്ച് നമുക്ക് തുടങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ഇതാണ് എ ബാർ. അപ്പോൾ ഇവിടെ ആരൊക്കെ വരാം? സി ബാറും നമുക്ക് ഐ ബാറും വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. ക്ലിയർ അല്ലേ? ഈ ഒരു പോയിന്റിൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ദെൻ അഗ്രിഗേറ്റ് സപ്ലൈ, നെക്സ്റ്റ് ടേം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ എന്താ? അഗ്രിഗേറ്റ് സപ്ലൈ ഇസ് ദ നാഷണൽ ഔട്ട്പുട്ട് ഓഫ് ദി എക്കണോമി. അതായത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് അത് മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യണം അല്ലേ, അതിന് റെഡി ആയി നിൽക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പ്രൊഡക്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് സെയിൽസിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഔട്ട്പുട്ട്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ആ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ആകെ മൂല്യം, ആ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. സോ AS അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു ദ ഇൻകം. കൃത്യമായി പറയുകയാണെങ്കിൽ ഇൻകവും അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഇൻകവും അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതുണ്ടോ ഈ സാധനം? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഒരു 100 ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻകം കൃത്യമായിട്ട് എത്രയാവണം? 100 ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ടും ഈക്വൽ ആണ്. ഇൻകം, നമ്മുടെ ഇൻകം ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് നമുക്ക് ഇവിടെ പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കാര്യം നിങ്ങൾ ഓക്കെ ആക്കിയിട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു 45 ഡിഗ്രിയിൽ വരുന്ന ഒരു ലൈൻ ആയിരിക്കും വരിക. കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്ത് വരയ്ക്കുമ്പോൾ ഒരു 45 ഡിഗ്രി ആംഗിൾ ആയിരിക്കും അവിടെ വരിക. ക്ലിയർ അല്ലേ? ഇവിടെ എന്താവാം? 0യിൽ നിന്ന് തുടങ്ങാം. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാവും നമ്മുടെ ഗ്രാഫ് വരിക. എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് പേസ്റ്റ് ചെയ്യണം? ഇവിടെ ഇവിടെ ഇൻകം, ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? സപ്ലൈ, അഗ്രിഗേറ്റ് സപ്ലൈ കൊടുത്തു. നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ്? 45 ഡിഗ്രി ആംഗിൾ ആവും. കാരണം ഇവിടെ എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ 10 ആവുമ്പോൾ ഇവിടെയും 10, ഇവിടെ 20 ആവുമ്പോൾ ഇവിടെ 20, 30 ആവുമ്പോൾ ഇവിടെ 30. ഓക്കെ അല്ലേ? ഡിമാൻഡും
സപ്ലൈയും ഇൻകവും ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കർവ് എന്താവും, എങ്ങനെ വരച്ചു കഴിഞ്ഞാലും എത്ര വാല്യൂലാണെങ്കിലും ഈക്വൽ ആയിട്ടല്ലേ മാറുള്ളൂ, അല്ലെങ്കിൽ ഇൻക്രീസ് വരുള്ളൂ, അല്ലെങ്കിൽ ഡിക്രീസ് വരുള്ളൂ. അപ്പോൾ ഈക്വൽ ചേഞ്ചസ് ഇൻകത്തിനും ഈക്വൽ ചേഞ്ചസ് ആർക്കും സപ്ലൈക്കും വരാം. അങ്ങനെയാണെങ്കിൽ അതിനെ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയും. അതിന്റെ ലൈൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 45 ഡിഗ്രി ആംഗിളിലേ വരുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് അവിടെ 10 ആവും, ഇവിടെ 10 ആവും. ഫോർ എക്സാമ്പിൾ ആണ് 20 ആണെങ്കിൽ ഇവിടെ 20, 30 ആണെങ്കിൽ ഇവിടെയും 30. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ എന്താണ്, കൃത്യമായിട്ടൊരു 45 ഡിഗ്രിയിലെ ആംഗിളല്ലേ നമുക്ക് വരുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? 10, 20, then 30. ഓക്കെ ഓക്കെ അല്ലേ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിക്കുക. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് വീണ്ടും നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അതിലാണ് ഈ 2 ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ ഗ്രാഫായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഇൻ 2 സെക്ടർ മോഡൽ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 2 സെക്ടർ എക്കണോമിയാണ്. അപ്പോൾ ഈ 2 സെക്ടർ മോഡലിൽ എഫക്റ്റീവ് ഇൻകം ഡിമാൻഡ് ഈസ് എ പോയിന്റ് ഇൻ വിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ, AD ഈക്വൽ ടു AS എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇൻകം ഡിറ്റർമിനേഷനിൽ വരുന്നത്. ഒരു എഫക്റ്റീവ് ഡിമാൻഡിന്റെ പോയിന്റ് എന്ന് പറയുന്നത് in which aggregate demand is equal to aggregate supply, AD equal to AS എന്ന കോൺസെപ്റ്റിൽ വരണം. ADയും ASും ഈക്വൽ ആവുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ അല്ലേ? പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ഉണ്ടോ? ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ വരുന്ന ഒരു ഇൻകം ഉണ്ട്, ഒരു വരുമാനമുണ്ട്. ഇതിനാണ് നമ്മൾ Y സ്റ്റാർ എന്ന് പറയുന്നത്. ഇത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുന്നേ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്, അതുകൂടി പഠിക്കണം. ക്ലിയർ അല്ലേ? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ഇതിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 ഇക്വേഷൻ ഇതിൽ തന്നിട്ടുണ്ടല്ലോ. ഈ 2 ലൈനിലുള്ള ഇക്വേഷൻ ഏതാ? ഇതിൽ AD ഏതാ, AS ഏതാ? ഇവിടെ നമ്മൾ ഇൻകം കൊടുത്തു, ഇവിടെ നമ്മൾ AD ഉണ്ട്, AS ഉണ്ട് അല്ലേ? AD ആൻഡ് AS ഉണ്ട്. അപ്പോൾ ഇതിൽ AD ഏതാ? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഏതാടാ? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 0 ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ AD ഈക്വൽ ടു 0 എന്നല്ലല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, 0 എന്നല്ല. AD ഈക്വൽ ടു A ബാർ പ്ലസ് CY, ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ AS ഇതല്ലേ? AS ഈക്വൽ ടു എന്താണ്? Y ആണ്. ഓൾറെഡി നമുക്കറിയാം. അത് ഇങ്ങനെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ A ബാർ ഏതാടാ? A ബാർ ഇതാണ്. ആ A ബാറിൽ ആരൊക്കെയാണ് ഉള്ളത്? C ബാർ ആൻഡ് I ബാർ. ഓക്കെ അല്ലേ? ഈ ഒറ്റ ചിത്രം കണ്ടിട്ട് ഇതൊന്ന് ഡിനോട്ട് ചെയ്യാൻ പറയുകയാണ്. ഇതിൽ AD ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ AS ഏതാന്ന് ചോദിക്കുകയാണ്, ഇക്വേഷൻസ് ആ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഒന്ന് പൂരിപ്പിക്കാൻ പറയുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലേ? അപ്പൊ അതും സെറ്റാണ്, കിട്ടും. AD ഈക്വൽ ടു AS. ആ AD ഈക്വൽ ടു AS എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്തെന്ന് പറയും? ഈ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും. അവിടെയുള്ള ഇൻകം ഉണ്ട്, ഇക്വിലിബ്രിയം ഇൻകം. ഇത് ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അത് ഞാനിവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ക്ലിയർ അല്ലേ? ദെൻ ബട്ട് യൂസിങ് ദ ഫോർമുല വി ക്യാൻ കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം ഓഫ് ഇൻകം. ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇക്വിലിബ്രിയം കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ആ ഇക്വിലിബ്രിയം കൂടി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ചാപ്റ്ററിന്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് Y സ്റ്റാർ ആണല്ലേ? ഇതാണ് E എന്ന് പറയുന്ന പോയിന്റ്. അതുകൂടി നമ്മൾ എഴുതി വെക്കട്ടോ. ഈ പോയിന്റ് ആണ് E എന്ന് പറയുന്നത്. ആ ഇയിലുള്ള ഇൻകം ഉണ്ട്, അതാണ് എന്ത്? Y സ്റ്റാർ എന്ന് പറയുന്നത്. ആ Y സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. Y സ്റ്റാർ ഈക്വൽ ടു A ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് C. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. A ബാർ ആരാ? A ബാർ ഓൾറെഡി നമുക്ക് പഠിച്ചിട്ടുണ്ട്. C ബാറിന്റെയും I ബാറിന്റെയും ടോട്ടൽ. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരും. C നമുക്കറിയാം എന്താ? MPC. ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മളുടെ എന്ത് കിട്ടുന്നു? ഇക്വിലിബ്രിയം ഇൻകം കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഫോർമുല വന്നിട്ടുണ്ട് ഇവിടെ. ഇത് നോക്കാം നിങ്ങൾ. Y ഈക്വൽ ടു A ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് C ആണ്. സോ സപ്പോസ് C ബാർ ഈക്വൽ ടു 100, I ബാർ ഈക്വൽ ടു 40, MPC ഈക്വൽ ടു 0.3. MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ C ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരണമെന്നില്ല. MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ തരുള്ളൂ. പക്ഷെ അത് എന്താണ്? അത് സ്മോൾ ലെറ്റർ C ആണ്, നിങ്ങൾ ഓർത്തേക്കണം. ദെൻ ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം. അപ്പോൾ Y ഈക്വൽ ടു A ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് C. അപ്പോൾ Y എന്നൊക്കെ അറിയാലോ 140 ആണ് മുകളിൽ വരിക. കാരണം എന്താ? A ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കോമ്പിനേഷൻ ആടാ? C ബാറിന്റെയും I ബാറിന്റെയും കോമ്പിനേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 100ഉം 40യും കൂടി കൂട്ടി 140 നമുക്ക് കിട്ടി. ആ 140 ഇവിടെ കൊടുത്തു. ദെൻ അടുത്ത ആരാ കൊടുക്കാനുള്ളത്? ഈ 1 ഓൾറെഡി നമ്മുടെ ഇക്വേഷനിലാണ്. 1 മൈനസ് MPC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ C ആണ്. അതിന്റെ വാല്യൂ 0.3 അല്ലെങ്കിൽ 0.3 ആണ്. എന്ത് ചെയ്തിട്ടുണ്ട്? 140 ഡിവൈഡഡ് ബൈ 1ൽ നിന്ന് 0.3 കൊടുത്തിട്ട് എത്ര കുറച്ചു? എത്ര കിട്ടിയ ആൻസർ? 0.7 കിട്ടി.
ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ഇൻകം എന്ന് പറയുന്നത് എത്രയാടാ? ആ വൈ സ്റ്റാർ അല്ലെ ഇക്വിലിബ്രിയം പോയിന്റിൽ വരുന്ന ഇൻകം എത്രയാടാ? അതാണ് 200. ക്ലിയർ അല്ലേ? നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ലാസ്റ്റ് പാർട്ട് ഇതിൽ പറയുന്നുണ്ട് എഫക്റ്റ് ഓൺ ഓട്ടോണമസ് ചേഞ്ചസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓൺ ഇൻകം ആൻഡ് ഔട്ട്പുട്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ഇക്വിലിബ്രിയത്തിലൊക്കെ വരുന്ന മാറ്റങ്ങളുണ്ട്, അത് ഇതിൽ വരുന്നുള്ളൂ. അതായത് ഓൾറെഡി നമുക്ക് ഇവിടെ എന്താ രണ്ടിന്റെ ഇക്വേഷൻ, ലൈൻ്റെ ഇക്വേഷൻ ഒക്കെ ആദ്യം എഴുതിയേക്കാം. ഇത് AD1 ആണ് അല്ലേ? AD1 ആണ്, A ബാർ പ്ലസ് CY 1. ഇനി AD2 ഏതാ? അടുത്ത മുകളിലുണ്ട് അല്ലേ? ഇത് AD2 ആണ്. AD2 ഉണ്ട്, AD1 ഉണ്ട്. ദെൻ ഇവിടെ ഓൾറെഡി നമുക്ക് ഇത് എന്തുണ്ട്? ഇതെന്താ? സപ്ലൈ, അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു Y ആണ്, നമുക്ക് അറിയാൻ പറ്റും. ഒന്നാമത്തെ ഇതുണ്ടല്ലോ, ഒന്നാമത്തെ AD1 ഇക്വിലിബ്രിയം പോയിന്റ് ഏതാ? AD1 ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെയാണല്ലോ വന്നിട്ടുള്ളത്. AD2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് എന്താണ്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അതും ടോപ്പ് ലെവലിൽ പോയിട്ടുണ്ട് അല്ലേ? ഈ ഇക്വിലിബ്രിയത്തിൽ ഏറ്റവും ടോപ്പിലാണ് വരുന്നത്. അപ്പോൾ എന്ത് മാറും? ഇക്വിലിബ്രിയം ഇൻകവും ഇൻക്രീസ് ചെയ്യും. ആ ഒരു ചേഞ്ചസ് അത്രയും നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള. ആ ചേഞ്ചസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാവും. ഈ പിക്ചർ കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ, ഈ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ പിക്ചർ ഞാൻ പറഞ്ഞ പിക്ചർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാവുന്നുള്ളൂ. അപ്പോൾ AD അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഇൻക്രീസ് ആണെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ആണെങ്കിൽ അതുപോലെ തന്നെ കുറയും ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടേം എന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ. എന്താണ് മൾട്ടിപ്ലെയർ എന്ന് കൂടി നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ഉണ്ട്. അതൊരു ജനറൽ തിയറിയാണ്, അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്, JM കെയ്ൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് പാരഡോക്സ് ത്രിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? Okay, then an initial increase in the investment lead to a multiple increase in the income known as multiplier mechanism. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോണമസ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളുണ്ട്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? നമ്മളുടെ ഡിമാൻഡ് കൂടും, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അതായത് കൺസംഷൻ നടക്കുകയാണ്. കൺസംഷൻ നടക്കുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? ഡിമാൻഡ് കൂടുന്നുണ്ട്. ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ അതായത് എക്സ്പെൻസ് കൂടുകയാണ്. ഓക്കെ അല്ലേ? ആ ഓട്ടോണമസ് എക്സ്പെൻസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. I ബാർ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്തായി? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ആരെ വെച്ച് നോക്കുമ്പോൾ? അഗ്രിഗേറ്റ് സപ്ലൈ വെച്ച് നോക്കുമ്പോൾ. സോ AD ഗ്രേറ്റർ ദാൻ AS എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചെറുതല്ലേ, ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഇത് വലുതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആരാ കൂടുതലുള്ളത്? AD ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡാണ് കൂടുതൽ. സോ ഇപ്പോൾ കുറവുള്ളത് സപ്ലൈ അല്ലേ? അപ്പോൾ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതായത് മാർക്കറ്റിൽ നല്ല രീതിയിൽ സെയിൽ നടന്നു പോകുന്നുണ്ട്. ഡിമാൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൊഡക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസ് പോകുന്നുണ്ട്. എക്സ്പെൻസ് എല്ലാവരും ചിലവാക്കുന്നുണ്ട്, കൺസംഷൻ നടത്തുന്നുണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൂട്ടണം? സേവിങ്സ് കൂട്ടണം. സേവിങ്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കൂട്ടണം? പ്രൊഡക്ഷൻ കൂട്ടണം. പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് വേണ്ടേ? അപ്പോൾ അവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കും. ഈ എംപ്ലോയീസ് കൃത്യമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വേജ് കൊടുക്കണം. അപ്പോൾ അവരുടെ ഇൻകം കൂടും, വരുമാനം കൂടും. ആ വരുമാനത്തിനാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ആ വരുമാനമാണ് നമുക്കിവിടെ Y എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇൻകം. അപ്പോൾ ഇൻകം അവിടെ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻകത്തിന് നമുക്ക് ചേഞ്ച് വരുന്നുണ്ട്. അതാണ് നമ്മളുടെ ഈ മൾട്ടിപ്ലെയർ നമ്മൾ പഠിക്കുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റിൽ എത്ര ചേഞ്ചസ് ആണോ വരുന്നത്, അത് എങ്ങനെ നമ്മുടെ വരുമാനത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. An initial increase in the investment leads to a multiple increase in the income is known as multiplier mechanism. Then multiplier is denoted by K. Multiplier നമ്മൾ K എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. Multiplier is represented by the ratio between increase in investment and increase in income. ഇൻക്രീസ് ചെയ്യുന്ന ഇൻകത്തിൻ്റെയും ഇൻക്രീസ് ചെയ്യുന്ന എന്താ പറഞ്ഞിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റിന്റെയും ആ ഒരു അനുപാതമുണ്ട്. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആ K എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ K ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC എന്നാണ് ഇക്വേഷൻ നമുക്ക് വരുന്നത്. K ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് MPC. ഈ 1 മൈനസ് MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 1 ഡിവൈഡഡ് ബൈ MPS ആണ് അല്ലേ? അതായത് MPSും MPCയും തമ്മിൽ ആഡ് ചെയ്താൽ 1 ആണ് നമുക്ക് കിട്ടാൻ ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കാം? 1 ഡിവൈഡ് ബൈ MPS എന്ന് പഠിക്കാം. 1 ഡിവൈഡ് ബൈ MPS. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? 1 ഡിവൈഡഡ് ബൈ MPS എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPCക്ക് തുല്യമല്ലേ? കാരണം കിട്ടിയ എമൗണ്ട് ആ 1 എന്ന് കുറച്ച് കൊടുത്താൽ പോരെ. ഞാൻ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ MPC MPSും പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ K എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC എന്നും 1 ഡിവൈഡ് ബൈ MPS എന്നും നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം അല്ലേ? ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചേഞ്ചസ് ഇൻ റിയൽ GDP, അതായത് ചേഞ്ചസ് ഇൻ ഇൻകം.
ചേഞ്ചസ് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ എന്താണ് എ ബാർ ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓട്ടോണമസ് എക്സ്പെൻസിൽ വരുന്ന ചേഞ്ചസ്, ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവല്ലേ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞിട്ടുണ്ട്? JM കെയ്ൻസ് ആണ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സേവിങ്സ് എല്ലാ ആളുകളും, ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക, എല്ലാ ആളുകളും ഒരുമിച്ച് സേവിങ്സ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിൽ എല്ലാ ആളുകളും സേവിങ്സ് തുടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? രാജ്യം മെച്ചപ്പെടുമോ? നമ്മുടെ എന്താ പറയുക, സേവിങ്സ് എല്ലാവരും കൂടുകയാണ്, അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നല്ല രീതിയിൽ എമൗണ്ട് വർദ്ധിക്കുക എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കെയ്ൻസ് എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങേണ്ട പണമുണ്ട്, അതിൻ്റെ അളവ് കുറയും അല്ലേ? കുറേ ആൾക്കാർ സേവ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും അല്ലേ? പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ മാർക്കറ്റിൽ സാധനങ്ങൾ കെട്ടിക്കിടക്കും, പിന്നെ ഓവർ പ്രൊഡക്ഷൻ ആവും. ഓവർ പ്രൊഡക്ഷൻ വരുമ്പോൾ എന്താണ്? വീണ്ടും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഓൾറെഡി ഇവിടെ സാധനങ്ങളുണ്ട്, ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ ആളുകൾക്ക് തൊഴിലുണ്ടാവില്ല. പ്രൊഡക്ഷൻ നടക്കണ്ടേ? തൊഴിലുണ്ടെങ്കിൽ. തൊഴിലില്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. പണമില്ലെങ്കിൽ മാർക്കറ്റിൽ റോൾ ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഇതുപോലെ സേവിങ്സ് എന്നൊരാശയം മുന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാം എന്ന പഠനത്തിനെയാണ് നമ്മൾ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു ദ ഐഡിയ ദാറ്റ് വൈൽ സേവിങ് മണി ഈസ് ജനറലി ഗുഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുള്ളത്? സേവിങ്, പണം എന്ന് പറയുന്നത്, അതായത് പണം സേവ് ചെയ്യേണ്ട എന്നല്ല, പണം സേവ് ചെയ്യുന്നത് എന്താണ്? ഗുഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് പണം സേവ് ചെയ്യുന്നത്. ഇഫ് എവരി വൺ ട്രൈ ടു സേവ് മോർ അറ്റ് സെയിം ടൈം, ഒരേ സമയത്ത് എല്ലാ ആളുകളും ഒരുമിച്ച് സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഇറ്റ് ഹാം ദ എക്കണോമി. അത് എക്കണോമിക്ക് ഹാംഫുൾ ആണ്, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ദെൻ വെൻ ഇൻഡിവിജ്വൽ സേവ് മോർ, ഇൻഡിവിജ്വൽ കൂടുതലായിട്ട് പണം സേവ് ചെയ്യാണ്, ദേ സ്പെൻഡ് ലെസ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൽ മേൽ അവർ ചെലവാക്കുന്നതിന്റെ അളവ് കുറയും. ഓക്കെ അല്ലേ? കുറച്ച് പണം എനിക്ക് സേവ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ എല്ലാവരും ശ്രമിക്കും അല്ലേ? എല്ലാവരും ശ്രമിക്കുമ്പോൾ എന്ത് റിസൾട്ടാണ് വരിക? ബിസിനസ് സീ ഡ്രോപ്പ് ഇൻ സെയിൽസ്. സാധനങ്ങൾക്ക് സെയിൽ കുറയും, ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ കുറയും. ദെൻ വിച്ച് ക്യാൻ ലീഡ് ടു ഓവർ പ്രൊഡക്ഷൻ. അത് ഓവർ പ്രൊഡക്ഷനിലേക്ക് നയിക്കും. കാരണം നമുക്ക് എന്താണ്? വിറ്റ് പോകാത്ത അവസ്ഥ വരും. ദെൻ ലേ ഓഫ്സ് വരും, ഓർ റെഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഈ സ്ലോ ഡൗൺ എങ്ങനെ ബാധിക്കും? ദിസ് സ്ലോ ഡൗൺ ക്യാൻ ലീഡ് ടു ലോവർ ഓവറോൾ ഇൻകം. ഇത് മൊത്തത്തിൽ നമ്മളുടെ വരുമാനം കുറയ്ക്കാനിടയാക്കും. കാരണം ആളുകളുടെ കയ്യിൽ പണമില്ല, ജോലിയില്ല, അത്ര അവസ്ഥ വരും. ലെസ് മണി ഫോർ ദ പീപ്പിൾ ടു സേവ്. അങ്ങനെ പണമില്ലെങ്കിൽ പിന്നെ സേവിങ്സ് നടക്കുമോ? ഇല്ല, പിന്നെ നമുക്ക് സേവിങ്സ് നടക്കില്ല. അതിനെയാണ്, ആ ഒരു തിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലടാ? ഇതാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓവറോൾ റിവ്യൂ നിങ്ങൾക്ക് തന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ലൈവിൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ദെൻ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ? ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ തരുന്നുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ക്ലാസ്സിൻ്റെ നോട്ട് ഉണ്ട്, അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അതും വരും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളോട് വീണ്ടും പറയാനുള്ള എന്താണ്? നമ്മുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളെ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. ദ റേഷ്യോ ഓഫ് ടോട്ടൽ അഡീഷണൽ പ്ലാൻഡ് സേവിങ്സ് ഇൻ ആൻ എക്കണോമി ടു ദ ടോട്ടൽ അഡീഷണൽ ഇൻകം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും. എന്താ ചോദിക്കുക? സേവിങ്സിലായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് ഉണ്ട്. ടോട്ടൽ ഇൻകം ഒരു 100 രൂപയാണെങ്കിൽ ആ 100 രൂപയിൽ എത്ര ഞാൻ സേവ് ആക്കി വെച്ചിട്ടുണ്ട്, എത്ര രൂപ ഞാൻ എന്താ വെച്ചിട്ടുള്ളത്? സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ എന്താ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കാം. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ റേഷ്യോ ഓഫ് അഡീഷണൽ പ്ലാൻഡ് സേവിങ്സ് മാർജിനൽ ആണ് അല്ലേ? അഡീഷണൽ പ്ലാൻഡ് സേവിങ്സ് എമൗണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. മാർജിനൽ പ്രൊപ്പൻസിറ്റി സേവിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, MPS ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് തന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? APS ആണോ? അല്ല. ആവറേജ് അല്ല. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് അല്ല. ഓക്കെ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് തന്നിട്ടുണ്ട്. ദെൻ MPC തന്നിട്ടുണ്ട്.
മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഇവിടെ കൺസ്യൂം അല്ലല്ലോ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ കൺസ്യൂം അല്ലല്ലോ, ഇവിടെ സേവിങ്സാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ആവറേജും അല്ല ചോദിച്ചിട്ടുള്ളത്, ഇവിടെ അഡീഷണൽ പ്ലാൻഡ് സേവിങ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്താണത്, മാർജിനൽ ആണ്. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് ആണ്, MPS ആണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ള ആൻസർ. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ദെൻ ഇഫ് MPS ഈസ് 0.7 ദെൻ MPC ഈസ് ഓക്കെ ദെൻ MPC ഈസ് MPS എന്ന് പറയുന്നത് 0.7. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു തിരുത്തുണ്ട്. MPS 7 ആണെങ്കിൽ ഇത് നിങ്ങൾ നോക്കണ്ട, MPS 7 ആണെങ്കിൽ MPC എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒരു ചെറിയ എഡിറ്റ് വന്നതാണ്, തെറ്റ് വന്നതാണ്. ഓക്കെ, ആ വാല്യൂ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, MPS 0.7 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, അങ്ങനെയാണെങ്കിൽ MPC എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലേ, ഇക്വേഷൻ അല്ല എക്സാമ്പിൾ, സോറി, നമ്മൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ 1, 0, 0.7 ആൻഡ് 0.3 തന്നിട്ടുണ്ട്. ഏത് ആൻസർ നമുക്ക് നോക്കാനുള്ളത്? നമുക്കറിയാം ഓൾറെഡി ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എങ്ങനെ വന്ന് നോക്കണ്ടേ, അല്ലാതെ വാല്യൂ നിങ്ങൾ ഒരു 1 to 10 വരെ എണ്ണിയിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം 0.3ലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ, MPCയും MPSഉം തമ്മിൽ ആഡ് ചെയ്താൽ 1 കിട്ടേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ MPS നമുക്ക് തന്നിട്ടുണ്ട് 0.7 ആണ്. അങ്ങനെയാണ് നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്, MPC ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, 1 മൈനസ് 0.7, 1 മൈനസ് എന്താണ് ചോദിച്ചിട്ടുള്ളത്, MPC ആണ് ചോദിച്ചിട്ടുള്ളത്. 1 മൈനസ് 0.7 ചെയ്യുന്നു, നമുക്ക് ആൻസർ എത്ര കിട്ടില്ല, 0.3 കിട്ടും. അതാണ് MPC എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ. ദെൻ ഇൻ ആൻ എക്കണോമി C ബാർ ആണ്, C ബാറും I ബാറും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ MPCയും തന്നിട്ടുണ്ട്, ഇൻകം തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. എന്താണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സേവിങ്സിന് എമൗണ്ട് ഇല്ല, നമ്മളുടെ മൊത്തം പണം നമ്മൾ സേവിങ്സിനല്ലാതെ മൊത്തം പണം, സോറി, നമുക്ക് ടോട്ടൽ എമൗണ്ട് എന്താണ് ഒരു 100 റുപ്പീസ് ആണെന്ന് വിചാരിച്ചു. ആ 100 റുപ്പീസ് നമ്മൾ ചിലവാക്കുകയാണ്, സേവിങ്സിലേക്ക് ഒന്നും നീക്കാനല്ലാതെ നമ്മൾ ടോട്ടലായിട്ട് വന്ന വരുമാനത്തിന് നമ്മൾ ടോട്ടലായിട്ട് ചിലവായി കഴിഞ്ഞാൽ ആ പോയിന്റിനാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്, ഇക്വിലിബ്രിയം ഇൻകം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. അപ്പോൾ നമ്മളുടെ ആൻസർ 250 ആണ് വരിക. എങ്ങനെ 250ക്ക് എത്തുന്നത്, ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ഇക്വിലിബ്രിയം കാണാനുള്ള ഇക്വേഷൻ? ഇക്വിലിബ്രിയത്തിൽ നമ്മളൊരു ഇക്വേഷൻ y സ്റ്റാർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടില്ലേ, y ഈക്വൽ ടു A ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് C എന്നാണ് പഠിച്ചിട്ടുള്ളത്. A ബാർ എന്ന് പറയുന്നത് ആരൊക്കെയാടാ, ഞാൻ 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. A ബാർ എന്ന് പറയുമ്പോൾ അതിലാരൊക്കെയുണ്ട്, C ബാറും I ബാറും ഉണ്ടായിരിക്കും. അപ്പോൾ C ബാർ നമുക്ക് തന്നിട്ടുണ്ട് 40 ആണ്. ദെൻ I ബാർ നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. അപ്പോൾ A ബാർ നമുക്ക് ടോട്ടൽ കിട്ടി 50. ഇനി എന്താ നമുക്ക് കിട്ടാനുള്ളത്, ഇനി നമുക്ക് കിട്ടാനുള്ളതാണ് MPC. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ MPCനെയാണ് നമ്മൾ C എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, സ്മോൾ ലെറ്റർ C. അപ്പോൾ 1 അത് ഓൾറെഡി നമുക്കറിയാം. ഞാനതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ വൃത്തിയിലൊന്ന് എഴുതി തരാം കേട്ടോ, നമുക്ക് കൃത്യമായിട്ട് എഴുതി പോവാം. ഇക്വേഷൻ എന്തായിരുന്നടാ, y ഈക്വൽ ടു A ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് C ആണ്. A ബാർ നമ്മൾ സെപ്പറേറ്റ് കാണാൻ പോവുകയാണ്. C ബാർ പ്ലസ് I ബാർ ഈക്വൽ ടു C ബാർ 40 പ്ലസ് I ബാർ എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണ് അപ്പോൾ ഇവിടെ 50 കിട്ടി, A ബാർ 50 കിട്ടി. ഇനി നമുക്കറിയാം MPC ഈക്വൽ ടു 0.8 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 0.8 എന്ന് പറഞ്ഞാൽ MPC ആണ്. ആ MPC എന്താടാ, സ്മോൾ ലെറ്റർ C അല്ലേ. നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ. A ബാർ എന്ന് പറയുന്നത് 50 ആണ്, 50 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8 ആണ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 വരും അല്ലേ. അതായത് ടോട്ടൽ വാല്യൂ 1 അല്ലേ, ആ 1 എന്നിട്ട് കുറച്ച് കൊടുക്കുക, 0.2 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിവൈഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എത്ര കിട്ടൂടാ, കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 250 കിട്ടും. അത്രേ പണിയുള്ളൂ. അപ്പോൾ ഇതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അത് ഈ ചാപ്റ്ററിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലേ, ഡയറക്റ്റ് ആ ഇക്വേഷനിൽ വാല്യൂസ് കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ദെൻ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ബ്രേക്ക് ഇവൻ പോയിന്റ്. എന്താ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ദെൻ ബ്രേക്ക് ഇവൻ പോയിന്റ് റെഫേഴ്സ് ടു ദ പോയിന്റ് ഇൻ വിച്ച് ദ ലെവൽ ഓഫ് ഇൻകം അറ്റ് വിച്ച് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ബിക്കം എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻകത്തിനോട് ഈക്വൽ ആവുന്ന പോയിന്റ് ഉണ്ട്. അതായത് നമ്മളുടെ കയ്യിൽ സേവിങ്സിലേക്ക് നീക്കി വെക്കാനുള്ള എമൗണ്ട് ഇല്ല, മൊത്തം നമ്മൾ എന്ത് ചെയ്തു, ചെലവാക്കിയിട്ടുണ്ട്. ആ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ബ്രേക്ക് ഇവൻ പോയിന്റ് റെഫേഴ്സ് ടു ദാറ്റ് ദ പോയിന്റ് ഇൻ ദ ലെവൽ ഓഫ് ഇൻകം അറ്റ് വിച്ച് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം.
അവിടെ ആരില്ല, ദർ ഈസ് നോ സേവിങ്സ്, അവിടെ സേവിങ്സ് ഇല്ല. ക്ലിയർ അല്ലേ? ഇൻ അതർ വേർഡ്സ് ഹോൾ ഇൻകം ഈസ് സ്പെൻഡ് ഓൺ ദി കൺസംഷൻ. എല്ലാ ഇൻകവും, നമ്മുടെ വരുമാനവും നമ്മുടെ കൺസംഷന് വേണ്ടി ചെലവഴിച്ചു. ആ പോയിന്റ് ഉണ്ട്, ആ ഒരു പോയിന്റ് ഉണ്ട്, നമ്മളെ പർട്ടിക്കുലർ പോയിന്റിൽ AD ഈക്വൽ ടു AS എന്ന് പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആസ് എ റിസൾട്ട് ദർ ഇസ് നോ സേവിങ്സ്, അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ നമ്മളോട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ദ ഇക്വേഷൻസ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ തരാം, A കോളം ഇക്വേഷൻ ഇവിടെ തരും, B C ഇങ്ങനെ തരും, എന്നിട്ട് Aയും Bയും ആയിട്ട് മാച്ച് ചെയ്യാൻ പറയും, തെറ്റിച്ചു കൊടുക്കും, തെറ്റായിട്ട് നമുക്ക് കൊടുക്കും. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇതിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ നിങ്ങളോട് തെറ്റിക്കാനുള്ള രീതിയിലും ചോദിക്കാം. എന്താണ് ഇപ്പോൾ MPC ആണല്ലോ ഇക്വേഷൻ, എന്താ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. മാർജിനൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് വരണടാ? ഡെൽറ്റ വരണം. ഡെൽറ്റ C ഡിവൈഡഡ് ബൈ ഡെൽറ്റ Y ഓൾറെഡി നമുക്കറിയാം. ദെൻ APC ആണെങ്കിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഡെൽറ്റ അവിടെ നിന്ന് എടുത്ത് കളയണം, C ഡിവൈഡഡ് ബൈ Y കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ കൺസംഷന്റെ കേസ് ഓക്കെ. കൺസംഷൻ വരുവാണെങ്കിൽ അവിടെ C വരുന്നു നമുക്ക് അറിയാം, EC. ദെൻ MPS ആണ് ചോദിച്ചിട്ടുള്ളത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്താ നമുക്ക് പറയാനുള്ളത്? ഡെൽറ്റ S ഡിവൈഡഡ് ബൈ ഡെൽറ്റ Y ആണ്, നമുക്കറിയാം ഡെൽറ്റയാണ്, അപ്പോൾ സേവിങ്സ് വരും. മാർജിനൽ ആണെങ്കിൽ അവിടെ ഡെൽറ്റ എന്തായാലും വരും. ദെൻ APS ആണ് ചോദിച്ചിട്ടുള്ളത്, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആരെടുത്ത് കളയണം? ഈ ഡെൽറ്റ എടുത്ത് കളയണം, S ഡിവൈഡഡ് ബൈ Y കൊടുത്താൽ പോരെ. ഇനി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഇത് തെറ്റിച്ചു കൊടുക്കും, MPC എന്ന് പറയുന്നത് C ബൈ Y കൊടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇത് ഓർഡർ തെറ്റിച്ചു കൊടുക്കാം. അത് നിങ്ങളോട് Aയും Bയും ആയിട്ട് മാച്ച് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അത് നിങ്ങളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ അല്ലാത്ത ക്വസ്റ്റ്യൻസ് വരും, അതായത് APC കാണാനും MPC കാണാനും. ഇപ്പോൾ ഇവിടെ തന്ന ഈ APC ഉണ്ടോ, MPC ഇത്ര എമൗണ്ട് ആണ്, ഇൻകം ഡെൽറ്റ C തരും, ഡെൽറ്റ Y തരും, Y തരും, C തരും. ഇത് നാലും തന്നു കഴിഞ്ഞാൽ MPC കണ്ടുപിടിക്കാൻ പറയും, APC കണ്ടുപിടിക്കാൻ പറയും, MPS കണ്ടുപിടിക്കാൻ പറയും, APS കണ്ടുപിടിക്കാൻ പറയും. ഒന്നുമില്ലല്ലോ, ഈ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ പോരെ, എന്നിട്ട് ഇക്വേഷനിൽ പ്ലേസ് ചെയ്യാം. കൃത്യമായിട്ട് നമ്മുടെ സേവിങ്സും കിട്ടും, കൃത്യമായിട്ട് നമ്മുടെ കൺസംഷൻ എമൗണ്ടും കിട്ടും, അത് ആവറേജിലും കിട്ടും, മാർജിനലിലും കിട്ടും. ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ ആ രണ്ട് കോൺസെപ്റ്റ്, എക്സ് ആൻഡ് എക്സ് പോസ്റ്റ് കോൺസെപ്റ്റ് പഠിച്ചു, കൺസംഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു. ദെൻ ഡിമാൻഡ് എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതെങ്ങനെയാണ് അഗ്രിഗേറ്റ് സപ്ലൈയിൽ വരുമ്പോൾ മാറുന്നത്, ആ അഗ്രിഗേറ്റ് ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്, ആ ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഒരു ഇൻകം വരുന്നുണ്ട്, ആ ഇൻകത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, A ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് C. ആ C എന്ന് പറയുന്നത് നമ്മൾ MPC ആണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? അവസാനം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റും, ദെൻ നമ്മൾ പഠിച്ചു മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റും പഠിച്ചു. ആ മൾട്ടിപ്ലെയർ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, അതിൽ വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു വന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ദെൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. നമ്മുടെ മാരത്തോൺ ലൈവ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്നുകൂടി ഞാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. കുട്ടികളെ, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ലൈവിൽ എന്തായാലും നിങ്ങൾ പങ്കെടുക്കുക. എക്സാമിന് തൊട്ട് മുന്നേ നമുക്ക് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്, അന്ന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ ചാപ്റ്ററും നമുക്ക് തീർത്തു പോകണം. അപ്പോൾ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കൂട്ടിയിട്ടേ വരുള്ളൂ. ഇനി ഒരു കാര്യം നമ്മൾ മിസ്സാക്കി പോകില്ല, ഷോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.